റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നത്തിനിടയിൽ ഒറ്റ ദിവസത്തിൽ മാത്രം റഷ്യ അമേരിക്കൻ മെയ്ഡ് റഡാർസിനെയും ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ അലേർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഡ്രോൺ അലേർട്ട് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം, ഇതിന്റെ റഡാറിനെയും ഉക്രൈനിൽ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല 10 സ്ഥലങ്ങളിലായി ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണം എന്നത് ഉക്രൈനെ വളരെയധികം ബാധിക്കുന്ന രീതിയിൽ നിപ്രോവോസ്കിലാണ് കൂടുതലായും സംഭവിച്ചത്. ഇത് ഇന്റൻസിഫൈഡ് ബാറ്റിലായി മാറിയിട്ടുണ്ട്. നിപ്രോവോസ്കിനുള്ളിൽ റഷ്യ കുറഞ്ഞത് 4000 മുതൽ 5000 സൈനികർ വരെയും അകത്തേക്ക് അയച്ചിട്ടുണ്ടാകാം. അകത്തേക്ക് വന്ന ഈ സൈനികർ കാരണം ഒരു വലിയ നാശം നിപ്രോവോസ്കിൽ സംഭവിക്കാൻ പോകുന്നതായി പല വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ പീസ് പ്രപ്പോസൽ, ഇതിനു വേണ്ട ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആശയം സെലൻസ്കി നിരസിച്ചിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. യൂറോപ്യൻ യൂണിയൻ ഇവിടെ സജസ്റ്റ് ചെയ്ത ഒരു പദ്ധതി, പ്രധാനമായും UK പോലുള്ള രാജ്യങ്ങൾ സെലൻസ്കിക്ക് ഒരു പദ്ധതി സജസ്റ്റ് ചെയ്തു. 1000 കിലോമീറ്ററിലധികം ഫ്രണ്ട് ലൈൻ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഖെർസൺ മുതൽ ഈ വശം ഡോൺബോസ് മേഖല വരെയും നോക്കിയാൽ മൊത്തം 1080 കിലോമീറ്റർ ആണ്. കൃത്യമായ കണക്ക് അറിയില്ല. 1080 കിലോമീറ്ററോളം മുൻനിര എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഉക്രൈന് ഒരു ഓഫർ നൽകിയത്, ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാം. സീസ് ഫയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ടെമ്പററി പെർമനന്റ് ആയിട്ടുള്ള ഒരു പീസ് ടോക്ക് ആയാലും പ്രശ്നമില്ല. നമുക്ക് അവിടെ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്താൽ അത് ഉക്രൈൻ ഒരു ഷീൽഡായി തന്നെ പ്രവർത്തിക്കും. ആദ്യം ഈ ബഫർ സോൺ എന്താണെന്ന് അറിയാം. ഇത് മറ്റൊന്നുമല്ല, ഇപ്പോൾ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ യുദ്ധം സംഭവിക്കുകയാണ്. സാബ്രോസീഷ്യ ഫ്രണ്ട് തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം. സാബ്രോസീഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നും ചില കിലോമീറ്ററുകൾ അകലെ വരെയും റഷ്യ നിയന്ത്രിക്കുന്നുണ്ട്. ആ കരയിൽ നിന്ന് ഉക്രൈൻ നിയന്ത്രിക്കുന്നു. ഇത് ആക്റ്റീവായി ബാറ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, 2 രാജ്യവും ചേർന്ന് ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ട് ഒരു ന്യൂട്രൽ ലൈൻ ക്രിയേറ്റ് ചെയ്യും. ഈ ന്യൂട്രൽ ലൈനിൽ നിന്നും ഒരു പ്രത്യേക കിലോമീറ്റർ അകലെ, അതായത് ആ കരാറിൽ എത്രയാണോ മെൻഷൻ ചെയ്യുന്നത്, അതിപ്പോൾ 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, മാക്സിമം 25-30 കിലോമീറ്റർ വരെ ആയിരിക്കും. ഇതിനെ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ ആക്കി മാറ്റും. ഈ ന്യൂട്രൽ ലൈനിൽ നിന്നും ആ വശം 25 കിലോമീറ്റർ, ഈ വശം 25 കിലോമീറ്റർ. ഇതിന് മധ്യേ ഏതൊരു മിലിറ്ററി സെറ്റപ്പും ഉണ്ടാകാൻ പാടില്ല. ഈ 2 രാജ്യങ്ങളുടെയും ആർട്ടിലറി ലൈൻ ഇതിനുള്ളിൽ വരാൻ പാടില്ല. മാക്സിമം ആർട്ടിലറി റേഞ്ച് എന്നത് ഇത്ര കിലോമീറ്ററിനുള്ളിൽ മാത്രമേ വരികയുള്ളൂ. ഈ ഡീമിലിറ്ററൈസ്ഡ് സോണിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ 2 രാജ്യങ്ങളും അവരുടെ ഏതൊരു യുദ്ധ ഉപകരണങ്ങളും കൊണ്ടുവരാൻ പാടില്ല. ഇങ്ങനെ ഒരു ന്യൂട്രൽ സോണായി അതിനെ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ പേരാണ് ബഫർ സോൺ. അപ്പോൾ പ്രാക്ടിക്കലി ഏത് തരത്തിലുള്ള സൈനിക പ്രവർത്തനങ്ങളും അവിടെ കാണില്ല. ഇത് ഒരു മാക്സിമം 50 കിലോമീറ്റർ, മിനിമം 20-30 കിലോമീറ്റർ ഉണ്ടാകും. ഇങ്ങനെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ബഫർ സോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത് 2 രാജ്യങ്ങൾക്കും നേട്ടമായി തന്നെ മാറും. കാരണം 2 രാജ്യങ്ങളും അവരുടെ മിലിറ്ററി സെറ്റപ്പ് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരില്ല. അവരുടെ എല്ലാ ഏരിയൽ ആക്ടിവിറ്റീസും കുറയ്ക്കും. പക്ഷേ ഇതിപ്പോൾ സെലൻസ്കി നിരസിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും വേണ്ട. ബഫർ സോൺ എന്നത് ഉക്രൈന് ഒരു ദോഷമായി തന്നെ മാറും. കാരണം റഷ്യ ബാക്കപ്പിൽ ഒരു വലിയ സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ സഹായം റഷ്യയുടെ മെയിൻലാൻഡിൽ നിന്നും ഈ 4 പ്രവിശ്യയ്ക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബഫർ സോണിനെ അവർ ഡാമേജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഗ്രിമെന്റിനെ ക്യാൻസൽ ചെയ്തിട്ട് റഷ്യക്ക് എപ്പോൾ വേണമെങ്കിലും ഉക്രൈനിലേക്ക് ഒരു സ്ട്രൈക്ക് നടത്താൻ കഴിയും. മാത്രവുമല്ല, ഈ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ റഷ്യ പിടിച്ചു വച്ചിരിക്കുന്ന ആ എല്ലാ പ്രവിശ്യകൾക്കും ഉക്രൈനുമായുള്ള ഒരു കണക്ടിവിറ്റി തന്നെ കട്ട് ചെയ്യുന്ന പോലെയാകും. അതിനാൽ ഇത് തീർച്ചയായും ഞാൻ സമ്മതിക്കില്ല. ഈ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഉക്രൈൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം ഈ ഒരു പദ്ധതി അങ്ങ് നിരസിച്ചു. ഈ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ കുറച്ചെങ്കിലും സമാധാനം കൊണ്ടുവരാൻ കഴിയൂ. എന്നാൽ ഉക്രൈൻ ഇതിങ്ങനെയുള്ള പദ്ധതികൾ നിരസിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യ അവിടെ ശക്തമായ ഒരു അടിത്തറ നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു കാരണമാക്കി കാണിച്ച് ഈ പീസ് പ്രോസസ്സ് അവസാനിപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിനെങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ സമാധാനം ഒരിക്കലും അവിടെ വരില്ല. അതിനാൽ ഇപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ ഉക്രൈന് നേരെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 30-ാം തീയതി സംഭവിച്ച ആക്രമണത്തിൽ മാത്രം ഉക്രൈന് വളരെ ഗുരുതരമായ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സെബൈഡോൺ എന്ന ഒരു ഏർലി വാർണിംഗ് റഡാർ ഉണ്ട്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ഉക്രൈനിൽ ജൂലൈ മാസം 14-ാം തീയതി മുതൽ ആക്റ്റീവായിരുന്നുവെന്ന വാർത്തയുണ്ട്. അതായത് 2023-ൽ ഇതിനു വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും 2025-ലായിരുന്നു ഉക്രൈനിൽ ഇത് ആക്റ്റീവായി സെറ്റ് ചെയ്ത് തന്നെ. അതുപോലെ പാട്രിയോട്ട് മിസൈൽസിനെ ലോഞ്ച് ചെയ്യുന്നതിനും ഉക്രൈൻ ANMP സീരീസിലുള്ള Q-53 റഡാർസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ നെറ്റ്വർക്കും ഉക്രൈൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ പാട്രിയോട്ട് ലോഞ്ചേഴ്സ് ഉപയോഗിക്കാൻ കഴിയൂ.
ഇവ രണ്ടിനെയും കീവിന്റെ ഔട്ടർ സ്കേർട്സിൽ വെച്ച് റഷ്യ നശിപ്പിച്ചതായ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇത് വൈറലായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. കാരണം അമേരിക്കൻ റഡാർസിനെ നശിപ്പിക്കുന്നത് ഇതിനു മുൻപൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അമേരിക്കയുടെ പാട്രിയോട്ട് ലോഞ്ചേഴ്സിനെയും റഷ്യ ഇതിനു മുൻപ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ റഡാർ നെറ്റ്വർക്കിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, അതും ഇത്രത്തോളം ഒരു വലിയ എക്യുപ്മെന്റൽ സ്ട്രൈക്ക് നടത്തുന്നത് അടുത്തിടെ സംഭവിച്ചതിൽ വെച്ച് ഇത് ആദ്യമായാണ്. ഈ സെബാഡോൺ എന്നത് ഉക്രൈൻ വളരെ പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. കാരണം റഷ്യയുടെ മിസൈൽസിന്റെ പക്കൽ നിന്ന്, റഷ്യയുടെ ക്രൂയിസ് മിസൈൽസിന്റെ പക്കൽ നിന്ന്, റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽസിനെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയും ഉക്രൈന്റെ തലസ്ഥാനത്തെ ഒരു ഷീൽഡാക്കി മാറ്റുന്നതിന് വേണ്ടിയും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് ഇൻസ്റ്റാൾ ചെയ്ത ഒന്നാണ്. എന്നാൽ അതിനെയും റഷ്യ ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഉക്രൈനിയൻസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിലെല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന്റെ ഇന്റലിജൻസ് ഇൻപുട്ട് എന്നത് വളരെ കൃത്യമായി തന്നെ റഷ്യക്ക് ലഭിച്ചിട്ടുണ്ട്. കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുൻപ് വരെയും റഷ്യ ഇത്രത്തോളം മോശമായൊന്നും ആക്രമിച്ചിട്ടില്ല. ഉക്രൈന്റെ നാവികസേനയും ടാർഗറ്റ് ചെയ്തിട്ടില്ല, ഉക്രൈന്റെ ക്രിട്ടിക്കൽ എലമെന്റ്സിലും സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ റഷ്യ ഈ അലാസ്ക മീറ്റിംഗിന് ശേഷം, അല്ലെങ്കിൽ കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എപ്പോഴാണ് ഉക്രൈൻ ഒരു സ്ട്രൈക്ക് നടത്തണമെന്ന് ചിന്തിച്ചത്, അതിനെ നോക്കി ഡ്രോൺസ് അയച്ചത്, അതിനുശേഷം റഷ്യയുടെ മുഴുവൻ സ്ട്രാറ്റജിയും മാറിയിട്ടുണ്ട്. ഓരോന്നിനെയും വേട്ടയാടി ആക്രമിക്കുകയാണ്. ഉക്രൈനെ ഷീൽഡ് ചെയ്യാൻ എന്തെല്ലാം മെക്കാനിസം ആണോ അവരുടെ പക്കൽ ഉള്ളത്, അവ ഓരോന്നിനെയും തിരിഞ്ഞാക്രമിക്കുകയാണ്. റഡാർ നെറ്റ്വർക്സിനെ നശിപ്പിച്ചു, അമ്യുനേഷൻ ഡെപ്പോ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ നശിച്ചു, കപ്പലിനെ ചില ദിവസങ്ങൾക്ക് മുൻപ് നശിപ്പിച്ചു. ഇനി ബാക്കി എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇവരുടെ പക്കലുള്ള മിസൈൽ റിസർവും അവരുടെ പക്കലുള്ള മിസൈൽ ഫാക്ടറിയും മാത്രമാണ്. അതും ഈ ഡ്രോൺ ഫാക്ടറി, തുർക്കിയുടെ ബരത്ത ഡ്രോൺ ഫാക്ടറിയെയും നശിപ്പിച്ചതായ വാർത്തകളുണ്ട്. അതിനാൽ ബാക്കിയുള്ള ഈ 2 എലമെന്റ്സിനെയും റഷ്യ അടുത്ത 1-2 ദിവസത്തിൽ ആക്രമിക്കും. ഇത് പൂർണ്ണമായും ആക്രമിച്ച് അവസാനിക്കുകയാണെങ്കിൽ ഉക്രൈന്റെ ഒഫൻസീവ് കപ്പാസിറ്റി, അല്ലെങ്കിൽ കീവിനെ ഷീൽഡ് ചെയ്യാൻ കഴിയുന്ന പ്രക്രിയകളെല്ലാം പിന്നെ ഉക്രൈന് ഒന്നുമല്ലാതാകാൻ തുടങ്ങും. അവർ ദുർബലരാകാൻ തുടങ്ങും. ഇതെല്ലാം തലസ്ഥാനത്ത് മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ നിപ്രോവോസ്കിൽ ഇതിലും മോശമായ സാഹചര്യമാണ്. റഷ്യ സെബോറിസ്ക എന്ന ഒരു ഗ്രാമത്തെ പിടിച്ചെടുത്തു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞല്ലോ. റഷ്യ അതോടുകൂടിയും അവസാനിപ്പിച്ചില്ല. നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ അവരുടെ സൈനികരെ കൂടുതൽ അകത്തേക്ക് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ഫ്രണ്ടായി അതിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സാബ്രോസേഷ്യയ്ക്കും ഡൊണക്സ് റീജിയനും ഇടയിൽ ഈ ട്രയാങ്കിൾ ബോർഡറിലാണ് ഈ മൂവ്മെന്റ് എല്ലാം സംഭവിക്കുന്നത്. ഡബ്രപിള്ളയിൽ ജസ്റ്റ് റെക്കോണിസൻസ് മിഷൻസും അകത്ത് ചെന്ന് ഉക്രൈനെ കൊളാപ്സ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് റഷ്യ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഈ സെബോർസ്കയിൽ 4000 മുതൽ 5000 സൈനികർ വരെയും അകത്ത് പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഡോബ്രോപിള്ളയിൽ അവരുടെ ആർട്ടിലറി യൂണിറ്റ്സിനെ കൊണ്ടുവന്ന് നിർത്തുക, പ്രധാനമായും ബാക്കപ്പ് സിസ്റ്റം, ആർട്ടിലറി യൂണിറ്റ്സ്, ഇവരുടെ ഡ്രോൺ ഓപ്പറേറ്റേഴ്സിന് ഇവരെല്ലാം കൊണ്ടുവന്ന് നിർത്തുക, ചെറിയ ചെറിയ MLR സിസ്റ്റംസ് കൊണ്ടുവരിക, ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം എപ്പോഴാണ് ആരംഭിക്കുക എന്ന് ചോദിച്ചാൽ അകത്തെ ട്രൂപ്സ് പോകുമല്ലോ. അകത്തേക്ക് പോകുന്ന ട്രൂപ്സിന് അവിടെ ഒരു വഴി ക്ലിയർ ചെയ്യണം. ഞാൻ ഇതിനകം തന്നെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അത് വളരെ കണ്ടസ്റ്റഡ് എയർ സ്പേസ് ആണ്. നിങ്ങൾ യുദ്ധത്തിന്റെ ആരംഭത്തിൽ സംഭവിച്ചതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. തുടക്കത്തിൽ K-52 എലിഗേറ്റ് ഹെലികോപ്റ്ററൊക്കെ അകത്തേക്ക് വരികയും റോക്കറ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്ത് അകത്തുള്ള ആ പാത ക്ലിയർ ചെയ്യും. പക്ഷെ അപ്പോൾ ഒരുപാട് എയർക്രാഫ്റ്റ് റഷ്യക്ക് നഷ്ടമായി. അതിനുശേഷമാണ് ഒരു കാര്യം റഷ്യ മനസ്സിലാക്കിയത്, നമ്മുടെ വാർഫെയറിൽ എയർഫോഴ്സിനെ കുറച്ചുപയോഗിക്കേണ്ട സമയമാണ്. കാരണം നഷ്ടം അത്രത്തോളം ഉണ്ടായി. റഷ്യക്ക് ഹെവി ലോസ് ആരംഭത്തിലുണ്ടായി. അതിനാൽ ഇപ്പോൾ MLR സിസ്റ്റം ഉപയോഗിച്ചു ബാക്കപ്പിലുള്ള ആർട്ടിലറി സപ്പോർട്ടും വെച്ച് മാത്രം ഉക്രൈന്റെ ആ ഒരു വഴി ക്ലിയർ ചെയ്യുന്നുണ്ട്. റെഡി ആയിട്ടുള്ള ട്രൂപ്സിന് ഒരേ ഒരു ഗ്രീൻ സിഗ്നൽ മാത്രം ലഭിച്ചാൽ മതി. 10 സ്ക്വയർ കിലോമീറ്റർ, 15 സ്ക്വയർ കിലോമീറ്റർ ഇവർ ക്ലിയർ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം വളരെ എളുപ്പത്തിൽ തന്നെ അകത്ത് മുന്നേറാൻ തുടങ്ങും. അതിന്റെ വഴിയെല്ലാം ഇതിനകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് ചെന്ന് ലാൻഡ് മാൻ സെറ്റ് ചെയ്യുക, ഉക്രൈന്റെ ട്രൂപ്സിനെ ഔട്ട് ഓഫ് ലൈൻ റീച്ചിൽ നിർത്തുക, അകത്തേക്ക് അവരെ കടക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അവരെ തടഞ്ഞു നിർത്തുക, ഇങ്ങനെ വഴിയെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്കായിട്ടുള്ളൊരു ബാക്കപ്പ് സപ്പോർട്ട് ലഭിച്ചതും ആദ്യത്തെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉക്രൈന്റെ ഫ്രണ്ട് ലൈൻ എന്നത് ഡോബ്രോപിള്ള കഴിഞ്ഞുള്ള നിപ്രോവോസ് പ്രവിശ്യയിൽ എത്താൻ തുടങ്ങും. ഞാനീ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ വീണ്ടും ചില ദിവസത്തിൽ കാത്തിരുന്ന് തന്നെ കാണാം. ഈ 5ാമത്തെ പ്രവിശ്യയിൽ റഷ്യ ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ അതിനു വേണ്ടി നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം എന്നത് മറ്റ് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ വേഗത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 5000 സൈനികർ അകത്തേക്ക് പോവുകയാണെങ്കിൽ അവർ വെറുതെ ഒന്നുമല്ല പോകുന്നത്. അവർക്ക് ആവശ്യമായ ബാക്കപ്പ് പിന്തുണ അവർക്ക് പിന്നിലുണ്ടാകും. റഷ്യൻ ഗ്ലൈഡ് ബോംബുകൾ, റഷ്യയുടെ മിസൈലുകൾ, റഷ്യൻ ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവയെല്ലാം ചേർന്ന് അവിടെയുള്ള ഉക്രൈൻ സൈനികർക്ക് വലിയൊരു നാശനഷ്ടം തന്നെ വരുത്തും. പ്രധാനമായും പറഞ്ഞാൽ നിപ്രോവോസ്കിലും പൊളോഹോട്ടിലും വെച്ച് 2 പ്രധാനപ്പെട്ട മിലിറ്ററി ഫെസിലിറ്റി ആക്രമിച്ചു. ഇത് ഇവർക്ക് ആവശ്യമായ ആർട്ടിലറി ഷെൽസ് നിർമ്മിക്കുന്നതിനും ഫ്രണ്ട് ലൈനിൽ ടാങ്ക്സ് നശിക്കുമല്ലോ,
അതിനെ തിരികെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുമുള്ള ഒരു യൂണിറ്റാണ് അതിനെയാണ് നശിപ്പിച്ചത്. ഇത് ഉക്രൈന് ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു മുറിവ് തന്നെ ഉണ്ടാക്കും. അവിടെ ടാങ്ക് സർവീസ് കുറയും. പെട്ടെന്ന് ആവശ്യമായ റിപ്പയർസ്, എമർജൻസി റിപ്പയർസ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ റീസപ്ലൈ ചെയ്യുന്ന കാര്യം മുടങ്ങും. അപ്പോൾ ഇവിടെ നിന്ന് 100ഓളം കിലോമീറ്റർ കഴിഞ്ഞ് ഇതിനെല്ലാം എടുത്തുകൊണ്ടുപോയി അവിടെ സർവീസ് ചെയ്ത് തിരികെ വീണ്ടും ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരും. ഈ ഒരു പ്രോസസ്സ് എന്നത് നിങ്ങളുടെ മിലിറ്ററിയെ ഹേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ചെർക്കസി, വിൻഷ്യ, ഖെമലിൻസ്കി, ടെർനോപോൾ, വോളിൻ വിസിനിറ്റി റീജിയണിലും റഷ്യ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ കൺഫേംഡ് സ്ട്രൈക്ക് എന്നത് സ്ട്രോമറ്റോസ്കിലും സ്ലെവിയാൻസ്കിലും ഇസ്കാന്ദർ മിസൈൽസിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ അവിടെ വളരെ വ്യക്തമാണ്. അവർ അവരുടെ ഈ യുദ്ധത്തെ ട്രംപിന്റെ അലാസ്ക മീറ്റിംഗിന് ശേഷം അടുത്ത ഒരു ടൂളാക്കി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചു നോക്കുക. അലാസ്ക മീറ്റിംഗ് നടക്കുന്നതിന് മുൻപ് വരെയും റഷ്യ കൂടുതലായും അവരുടെ ഡിഫൻസ് ലൈനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സെറ്റപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂടുതലായും അവർ ഈ ചലിക്കുന്ന വേഗതയൊക്കെ കുറവായിരുന്നു. ഉക്രൈൻ്റെ ട്രഞ്ചസിനെ ഒന്നും അവർ ഇതുവരെ തൊട്ടിട്ടോ നശിപ്പിച്ചിട്ടോ ഇല്ല. 3 വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം നശിപ്പിക്കണമെന്ന് ചിന്തിച്ചാൽ ആദ്യം ട്രെഞ്ച് വാർഫെയറിൽ മാത്രമേ കൈവയ്ക്കുകയുള്ളൂ. എന്നാൽ ഇന്നുവരെയും ഏതൊരു സ്ഥലത്തും റഷ്യ ഈ കെമിക്കൽ ബോംബ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ ആന്റി ട്രെഞ്ച് വെപ്പൺസ് ഉപയോഗിച്ച് ഉക്രൈന്റെ ഫ്രണ്ട് ലൈനിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. സ്ലോ ആണെങ്കിൽ പോലും അവരുടെ ഈ ഒരു പ്രോഗ്രസ് സ്റ്റഡി ആയിരുന്നു. എന്നാൽ ഈ ഒരു മീറ്റിംഗ് നടന്ന് അവസാനിച്ചതിന് ശേഷം ആദ്യം കൈവച്ചത് ട്രെഞ്ചിലായിരുന്നു. ട്രെഞ്ച് വാർഫെയറിൽ നിന്നും ഒരു രാജ്യത്തെ നിങ്ങൾ പിന്നിലേക്ക് തള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഗേറ്റ് അവിടെ ഓപ്പൺ ആകും. ഇത് റഷ്യ ഇതിനകം ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഇവർക്കുള്ള ബാക്കപ്പ് സപ്പോർട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് ഉക്രൈനെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ റഡാർ നഷ്ടപ്പെട്ടു, അമേരിക്കയുടെ റഡാർ നഷ്ടപ്പെട്ടു, ഡ്രോൺ ഫാക്ടറി നഷ്ടപ്പെടുത്തി. വീണ്ടും ഉക്രൈന്റെ ലിസ്റ്റിൽ എന്തെല്ലാം വരാൻ പോകുന്നുവെന്ന് അറിയില്ല. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഷ്യ, പുടിൻ പ്രധാനപ്പെട്ട ഏതോ ഒരു എയിമോട് കൂടി ഉക്രൈൻ വളരെ വേഗത്തിൽ മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഒരു സീസ് ഫയർ കൊണ്ടുവരുന്നതിന് മുൻപ് എത്രത്തോളം ഭൂമി പിടിച്ചെടുക്കാൻ കഴിയുമോ അത്രത്തോളം പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഗോളായി തന്നെ മാറിയിട്ടുണ്ട്. ഇവരെ ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ, ഇന്റർനാഷണൽ സപ്പോർട്ട് ഒന്നും തന്നെ ഇല്ലാതെ ആഴി ഉലയുന്ന അവസ്ഥയിലാണ് ഉക്രൈൻ ഇപ്പോഴുള്ളത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉക്രൈൻ മാത്രം അല്ല, ഉക്രൈനിലുള്ള പല നഗരങ്ങൾ റഷ്യൻ നിയന്ത്രണത്തിലേക്ക് തീർച്ചയായും വരും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.